എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. തിരുവനന്തപുരം വഴിമുക്കിൽ ശനിയാഴ്ച രാവിലെയാണ് 78 വയസ്സുകാരനായ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി മരിച്ചത് എന്നാണ് മകൻ സനന്ദൻ അന്ന് പറഞ്ഞത്. പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാനിവിടെ വന്നത്. ഞെട്ടരുത്. പോയില്ലേ, അതിന്റെ എഫക്ട് എല്ലാം പോയില്ലേ. ഞെട്ടിക്കേക്കേണ്ട കാര്യങ്ങൾ ഞെട്ടി തന്നെ കേൾക്കണം. അതാ അതിന്റെ ഒരു സുഖം ആണല്ലോ. എന്നാൽ ഞെട്ടത്തക്ക വിധത്തിൽ ഈ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തി പറ്റാട്ടെ. വലിഞ്ഞു മുറുകി ദേഹം എല്ലാം നല്ല വലിയ ബ്രഹ്മം നോക്കി അച്ഛങ്ങ് 11:30 കറക്റ്റ് സമാധിയായി. എന്തുവാ 11:30 കറക്റ്റ് സമാധിയായി. അപ്പൊ അമ്മ വിചാരിച്ചു കളി പറയണായിരിക്കും എന്ന് വിചാരിച്ചു. നമ്മുടെ താത്തും പറഞ്ഞില്ല. അപ്പൊ നാട്ടുകാരെ ബോധിപ്പിക്കണം. സമയമായപ്പോൾ ഒരു 10:30 മണിയായപ്പോൾ പറഞ്ഞ് മക്കളെ ഇനി സമാധിയാവണം, സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞ്. താൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം തുറന്നു പറയടോ. ഒരാൾ പറയാണ് കഞ്ഞിയും കുടിച്ച് ഷുഗറിന്റെ ഗുളികയും കഴിച്ചിട്ട് നടന്നുപോയി. അവിടെ ഒരാൾ നടന്നുപോയി ജീവനോടെ പോയി ഇരുന്നാൽ അത് മൂടുന്നത് തെറ്റോ ശരിയോ അത് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി. 100% ഞാൻ യോജിക്കുന്നു. ഭാര്യയും പറഞ്ഞു, മോനും പറഞ്ഞു, കണ്ണു കണ്ടോടെ അച്ഛൻ വെളിയിറങ്ങാൻ പറ്റില്ല എന്ന്. അയാൾ എങ്ങനെ നടന്നു വന്നു ഇവിടെ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇത്? പോലീസ് നിങ്ങൾക്കും അറിയാമല്ലോ, ഒരാൾ സംസാരിക്കുമ്പോൾ പതർച്ചയില്ലാതെ ആ ബോഡി ലാംഗ്വേജ് കറക്റ്റായിട്ട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അവരൊരു കുറ്റകൃത്യം ചെയ്തിട്ടില്ലെന്നാണ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എല്ലാ ചടങ്ങുകളും നടത്തി ഭസ്മം ഇട്ട ഒരു പ്രതിഷ്ഠ നടത്തിയിരിക്കും പോലെ നടത്തിയിരിക്കുകയാണ് അവരുടെ വിശ്വാസത്തിൽ. ആ വിശ്വാസത്തിന് ഹാനികരമായിട്ട് കുത്തിപ്പൊളിക്കരുത്. ബെസ്റ്റ്. പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി. കറക്റ്റ്. റെഡിമെയ്ഡ് ഉത്തരം. പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേ ഇല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.